am Fatima from MCT കോളേജ്. ഒരു പഠനയാത്ര റിപ്പോർട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജനുവരി 15 സയൻസിൻ്റെയും കലാപ്രവൃത്തിയുടെയും ഭാഗമായിട്ട് MCT ട്രെയിനിങ് കോളേജിൽ നിന്നും ഒരു ഫീൽഡ് ട്രിപ്പ് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ട്രിപ്പിനോടനുബന്ധിച്ച് യാത്രാ ചെലവും കളക്ട് ചെയ്യുന്നതിനായി തെസ്നിയെയും ഷഹനാസിനെയും കൺവീനറായി തിരഞ്ഞെടുക്കുകയും അവർ ആ ദൗത്യം നല്ല രീതിയിൽ നിർവഹിക്കുകയും ചെയ്തു. ട്രിപ്പിനോടനുബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ തരുന്നതിനായിട്ട് 18 ഒരു മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ടീച്ചേഴ്സ് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കോഴിക്കോട് പ്ലാനറ്റോറിയം, സോപ്പ് ഫാക്ടറി, ബീച്ച് എന്നിവയായിരുന്നു ട്രിപ്പിനായി പ്ലാൻ ചെയ്തിരുന്ന ഡെസ്റ്റിനേഷൻസ്. ശേഷം ഫുഡ് കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി, ഫസ്റ്റ് എയ്ഡ്, ഡോക്യുമെൻറ്റേഷൻ എന്നീ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനായി ഞങ്ങളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. ഞാൻ ഫുഡ് കമ്മിറ്റിയിൽ ഒരു അംഗമായിരുന്നു കേട്ടോ. ശേഷം ഞങ്ങൾ പോയി വരാം എന്നൊരു ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. 24 വെള്ളിയാഴ്ചയായിരുന്നു ട്രിപ്പിനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 7:30 മണിക്ക് പുറപ്പെടും എന്ന് പറഞ്ഞ ട്രിപ്പ് ചില തടസ്സങ്ങൾ മൂലം അത് 8 മണിയിലേക്ക് മാറുകയും കൃത്യം 8 മണിക്ക് ഞങ്ങൾ ട്രിപ്പ് ആരംഭിക്കുകയും ചെയ്തു. ആദ്യമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായത് റീജിയണൽ സയൻസ് സെൻറ്റർ ആൻഡ് പ്ലാനറ്റോറിയം ആയിരുന്നു. കൃത്യം 9:50 ഞങ്ങൾ അവിടെ എത്തുകയും ശേഷം ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൻ്റെ ചുറ്റുഭാഗങ്ങളും നിരീക്ഷിക്കുകയും അവിടെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഒരു കൗതുക ലോകം തന്നെ പറയാം പ്ലാനറ്റോറിയത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. സയൻസിൻ്റെ ഒരു മായ ലോകം എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ശേഷം 3D ഷോ കാണുന്നതിനായി 11 മണിക്ക് ഞങ്ങൾ കയറുകയും 3D ഷോക്ക് ഉള്ള തീം എന്ന് പറയുന്നത് ചന്ദ്രനിൽ നിന്നും ആദ്യമായി മനുഷ്യൻ കാല് കുത്തിയ ആ ഒരു സംഭവം ഒരു 3D ഷോയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പ്ലാനറ്റോറിയത്തിൻ്റെ മിറർ മാജിക്, ഹാൾ ഓഫ് ഓഷ്യൻ, ഫുൾ സയൻസ് എന്നിങ്ങനെയുള്ള കാറ്റഗറികളൊക്കെ സന്ദർശിക്കുകയും നിരീക്ഷിക്കുകയും കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. സത്യം പറയാച്ചാൽ ഒരു കൗതുക ലോകം തന്നെ പറയാം, സയൻസിൻ്റെ മായ ലോകം, അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. ശേഷം ഞങ്ങൾ നക്ഷത്ര ബംഗ്ലാവിലേക്കാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ലക്ഷ്യമെന്ന് പറയുന്നത്. നക്ഷത്ര ബംഗ്ലാവിലായിരുന്നു, പ്ലാനറ്റോറിയത്തിൽ തന്നെ നക്ഷത്ര ബംഗ്ലാവ്. 11:30 മണിക്കായിരുന്നു ഞങ്ങളുടെ ഷോ. നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പ്രപഞ്ചത്തെയും കുറിച്ച് വിശദമായ വിവരണത്തോടു കൂടിയുള്ള ഒരു ചിത്ര പ്രദർശനമായിരുന്നു. നക്ഷത്ര ബംഗ്ലാവ് അവിടുത്തെ ഒരു ആകർഷണം തന്നെ പറയാം, നക്ഷത്ര ബംഗ്ലാവാണെന്ന് പറയാം. 11:30 മണിക്ക് തുടങ്ങിയ ഷോ 11:50 കൂടി അത് അവസാനിക്കുകയും ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും 2:30 കൂടി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ കേരള സോപ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കേരള സോപ്സിലെ ഒരു ഇൻസ്ട്രക്ടർ കേരള സോപ്സിനെ കുറിച്ചും അതിൻ്റെ ഗുണമേന്മയെക്കുറിച്ചും ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കേരള സോപ്സിൻ്റെ TFMനെ കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുകയും 3 മണിയോടുകൂടി ഞങ്ങൾ കേരള സോപ്സ് കേന്ദ്രം സന്ദർശിക്കുകയും സോപ്സിൻ്റെ ഓരോ ഘട്ടങ്ങൾ, ഓരോ നിർമ്മാണ ഘട്ടങ്ങൾ കണ്ട് മനസ്സിലാക്കാനും അതിലൂടെ സാധിച്ചു. അതിനുശേഷം കേരള സോപ്സ് ഉൽപ്പന്നം വാങ്ങാനുള്ള ഒരു സമയമായിരുന്നു. ഞങ്ങളിൽ പലരും പകുതിയിലേറെ പേരും കേരള സോപ്സ് ഉൽപ്പന്നം വാങ്ങുകയും കൃത്യം 4 മണിയോട് കൂടി തന്നെ പറയാം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കുറച്ചധികം സമയം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഫോട്ടോസ് എടുക്കുകയും റീൽസും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒക്കെ ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. ടീച്ചേഴ്സ് ആണെങ്കിലും സഹപാഠികളാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ഫീൽഡ് ട്രിപ്പായിരുന്നു. താങ്ക് യു.